ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കുറച്ച് പുതിയതായിട്ട് കുക്കിംഗ് വീഡിയോസ് ആണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് പാൽപേട എന്ന് പറഞ്ഞ സാധനം. ഇതൊരു സ്വീറ്റ് ഇതൊരു എന്താ പറയുക, പഞ്ചസാര പൊടിച്ചതും മൈദയും നെയ്യും കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചേച്ചിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ചുള്ളതുകൊണ്ട് ഫസ്റ്റ് തന്നെ അതങ്ങ് ഇട്ട് കൊടുക്കട്ടോ. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അത്യാവശ്യം നെയ്യ് വേണ്ടതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ നെയ്യ് കൂടെ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിം വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാട്ടോ. കുറച്ച് നെയ്യ് വെച്ചെടുക്കാം. വേസ്റ്റ് മതിയിരിക്കും. നെയ്യ് നന്നായിട്ട് ഒന്ന് ഉരുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇതിപ്പോൾ കുറച്ച് ചൂടാവണം. കുറച്ച് മീഡിയത്തിൽ അടുപ്പ് ഫ്ലെയിം വെച്ചിട്ടുള്ള. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ചേർത്തോണ്ടേ ഇരിക്കാം കേട്ടോ. നെയ്യും മൈദയൊക്കെ കുറവാന്ന് തോന്നി നമ്മൾ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണ്ടോ. ഫുള്ളിട്ട് കൊടുക്കട്ടോ. ഇപ്പം കുറച്ച് നെയ്യ് വേണം. കുറച്ച് നേരം വെച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നെയ്യും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇത് ഭയങ്കര ലൂസായിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാട്ടോ നമുക്ക് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ എണ്ണ തടവിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ മുറിച്ചാൽ നമ്മുടെ പാൽപേട സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പേടയൊക്കെ ഉണ്ടാക്കാൻ ഇത് ഫ്രിഡ്ജിൽ കയറ്റി ഫ്രീസ് ചെയ്യണം. അപ്പോൾ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യൊക്കെ പറ്റണേ. ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യൊക്കെ ചുറ്റും ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ഇത് ഈ പാത്രത്തിൽ മൊത്തം ചുറ്റിയിട്ട് നമുക്ക് വരാവേ. നമ്മൾ ഈ പാത്രത്തിലോട്ട് നമ്മൾ പേട ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിങ്ങനെ പരത്തി കൊടുക്കാവേ. ഇങ്ങനെ ഇതിപ്പോൾ ഭയങ്കര ചൂടാണ്. ഞാൻ അടുപ്പത്തുനിന്ന് അങ്ങനെ തന്നെയാട്ടോ ഇതിങ്ങനെ ചെയ്തതാ. പഞ്ചസാരയുടെ കല്ലൊക്കെ ഇട്ടല് എനിക്ക് നിരനിരയായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് നിരത്തിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ എടുത്ത് വെച്ച് ഫ്രീസ് ചെയ്താൽ നമ്മുടെ പാൽപേട റെഡി ആയിട്ടുണ്ട്. ഈ ഗൈസ് നമ്മുടെ പേടൊക്കെ ഇങ്ങനെ മുറിച്ച് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജ് വെച്ച് ഇത് മുറിച്ചിട്ട് നമുക്കിത് കുറച്ചും കൂടെ ഫ്രീസ് ആവാൻ വെക്കും. ഇതിപ്പോൾ അത്ര അങ്ങോട്ട് ഫ്രീസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടോ, അത്ര ഫ്രീസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ
നല്ല മധുരമൊക്കെയുള്ള നെയ്യുടെ ചുവയൊക്കെയുള്ള ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നെയ്യ് എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി ഗൈസ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.